ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ട് അടിപൊളി സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വിചാരിക്കുന്നുണ്ട് ഇതെന്തൊക്കെയാണെന്ന്, പക്ഷെ ഞാൻ പറഞ്ഞുതരാൻ ആക്കുന്നതെന്നൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കാൻ പാടില്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്ങളുടെ ഓൾ പ്രസവിച്ചിട്ട് ഓക്ക് മരുന്നാക്കുന്നുണ്ട്. പ്രസവ സുരക്ഷ മരുന്ന് അങ്ങനെന്തോ പറയുന്നേക്കാം. നമ്മളെ നാട്ടിൽ എണ്ണ വരെയെന്ന് പറയും, ചില നാട്ടിൽ എന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും അതിൻ്റെ അങ്ങനെ ആക്കുന്നുള്ള വീഡിയോസൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഇത്: ഉണക്ക് മുന്തിരി, പിന്നെ കൊത്തമ്പാരി, പിന്നെ ബദാം, എള്ള്, എള്ള്, പിന്നെ മഞ്ഞ, ചുക്ക്, ഇഞ്ചി, അങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. ഇതായി വീഡിയോ കാണുന്ന അതിൻ്റെ കുറേ സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഇതൊക്കെ നമ്മളെന്ത് ചെയ്യുമ്പോൾ കയറ്റി ഇത് തലേ ദിവസം കയറ്റി ഉണക്കിയിട്ട് പൊടിക്കലാണ്. ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ്. പിന്നെ അങ്ങനെ എല്ലാം കയറ്റി ഉണക്കാനിട്ടതിന് ശേഷം മരത്തുമ്മേൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അങ്ങനെ മാങ്ങയെല്ലാം പറിച്ച് ഇത്താത്തന്നെ മോനുണ്ടായിട്ട് മാങ്ങയെല്ലാം പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാങ്ങയെല്ലാം പറിച്ച് അടിപൊളി നാടൻ മാങ്ങ, നല്ല ഫ്രഷ് മാങ്ങയാണ്. ഇത് പിന്നെ പിറ്റേ ദിവസമാണ്. അന്നത്തെ ദിവസം തലേന്ന് മരുന്നിൻ്റെ സാധനങ്ങളെല്ലാം പൊടിക്കാനെല്ലാം വെച്ച് എന്നിട്ട് ഉമ്മ രാവിലെ മുത്തമ്മൻ്റെ വീട്ടിൽ നിന്നാണ് മരുന്നാക്കുന്നതിന്. നമ്മളടുത്ത് വെള്ളമില്ലാത്തതുകൊണ്ട് അവിടത്തേക്കാണ് പോയിന്. അങ്ങനെ ഉമ്മ രാവിലെ പോയിനും പിന്നെ ഞാനൊരു മക്കൾക്ക് മദ്രസ ഉണ്ടായതുകൊണ്ട് മദ്രസ വിട്ടതിന് ശേഷം ഞാൻ പോകുന്നത്. പിന്നെ ഇത്താത്ത സാമ്പാർ വെക്കാൻ വേണ്ടി മുരിങ്ങക്കായ് പറിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. മുരിങ്ങക്കായൻ്റെ നമ്മളെ വീട്ടിലുണ്ടായ നല്ല അടിപൊളി ഫ്രഷ് സാധനമാണ് മുരിങ്ങക്കായ്. ചെറിയൊരു മരമാണ്, നട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ടാവും, നിറച്ച് മുരിങ്ങക്കായ ആവും. നമുക്കിപ്പോൾ ആവുന്നത്രയാണ്. അങ്ങനെ മുരിങ്ങക്കായെല്ലാം പറിച്ച് പിന്നെ ഇന്നലെ മാങ്ങ പറിച്ച വീഡിയോസ് ഉണ്ടായിട്ടില്ലേ, ആ മാങ്ങയെല്ലാം കൂടി ഞാൻ എന്ത് ചെയ്ത് കവറിലെല്ലാം കെട്ടി താത്താക്കും മുത്തമ്മക്കും അമ്മായിക്കെല്ലാം കൊടുക്കാൻ വേണ്ടി എല്ലാം പാക്കെല്ലാം ചെയ്ത് നമ്മൾ പിന്നെ അവിടത്തേക്ക് പോക്കാന്ന് ഞാനും ഹസ്ബൻഡും മക്കളൊന്നും കൂടിയാന്ന് പോകുന്നു. ഉമ്മയും ആങ്ങളെല്ലാം രാവിലെ പോയതിനും പിന്നെ അവിടെ കയറുമ്പോൾ തന്നെ എല്ലാവർക്കും ലഡു കൊടുക്കുന്നുണ്ടായിരുന്നു. താത്താൻ്റെ മോള് SLC പാസ്സായതുകൊണ്ട് ലഡു കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറേ ആളുണ്ടേനും. പിന്നെ മൂത്തമ്മയും ഇത്താത്തയും ഉമ്മയെല്ലാം ഞാൻ പോകുമ്പം തന്നെ മരുന്നാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിനേനും. പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പോകുമ്പോൾ വേ തുടങ്ങിയേനു ആക്കാൻ. അങ്ങനെ ഹസ്ബൻഡ് കയറിയിട്ടൊന്നുമില്ല, വെള്ളം കുടിച്ചോറ് അപ്പാട് പോയി. ഇതിൽ നമ്മൾ 10 കിലോ വെള്ളത്തിനാണ് ആക്കുന്നത്. 10 കിലോ വെള്ളവും പിന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിനേനും. പിന്നെ അതിലേക്ക് തേങ്ങാപ്പാലും 15 തേങ്ങക്കാന്ന് ആക്കിയിട്ടുള്ള തേങ്ങാപ്പാലും വെള്ളവും പിന്നെ പൊടിച്ചു വെച്ച മരുന്നെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇത് അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. കയറ്റിയ പാടുമാണ്. പിന്നെ ഞാൻ ആക്കാൻ വേണ്ടി കുറച്ച് ഇളക്കി കൊടുത്ത് പിന്നെ ഇളക്കി കൊടുക്കാൻ നിന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ പണിയണതിന് ചോറും കൂട്ടാനെല്ലാം ആക്കണതിനും. ഈ മരുന്ന് ആക്കാൻ വേണ്ടി പണ്ടല്ല ഉമ്മയാണ് ആക്കൽ. ഇപ്പോൾ ഉമ്മക്ക് കാലും വേദന കൊണ്ട് വേറെ ആളെ കാർത്തിയാനമ്മ എന്നിട്ട് ഒരാളെ ഏൽപ്പിച്ചിനേനും. കാർത്തിയാനമ്മയും ഉമ്മയും പിന്നെ അമ്മായിയെല്ലാം ഉണ്ടായിരുന്നു ആക്കാൻ. പിന്നെ ഞാൻ ഇത്താത്ത അപ്പം ഉച്ചക്കത്തേക്കുള്ള ചോറും കൂട്ടാനെല്ലാം ആക്കുന്നത് നല്ല അടിപൊളി പെടുക്കുന്ന അതിലും വ്യാപളക്കട്ടിലുണ്ടായിന്. കാണുമ്പോൾ പഠിക്കുന്നൊന്നുമില്ല, പക്ഷെ കൊണ്ടുവരുന്നതിന് മുമ്പ് പഠിച്ചിനൊന്നല്ല ഇത്താത്ത പറയുന്ന കേട്ടിന്. അങ്ങനെ ആ ഒരു ഡയലോഗിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മീനെല്ലാം നമുക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ടെടുക്കാം. അങ്ങനെ ഇതാ മീനെല്ലാം മുറിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടിയെല്ലാം കൂടി പൊരിക്കിയിട്ട് വെക്കാം. ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കാം. ഞാൻ കൈയോട് മിക്സ് ആക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മുളക് തൊട്ടതിനെ കൈ വല്ലാണ്ട് പോച്ചെടുക്കുക. അതുകൊണ്ട് ഞാൻ സ്പൂണോടാണ് ഇതാക്കുന്നത്. അങ്ങനെ മീൻ മസാലയിലാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് മസാല പിടിച്ച് കഴിഞ്ഞാൽ മീൻ പൊരിച്ചാൽ അത് ടേസ്റ്റിനാവും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് ഇളക്കി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇത് നല്ലോണം കുറുകിയിട്ട് വരുന്നുണ്ടായിരുന്നു. ഇത് നല്ലോണം കുറുകിയിട്ട് പറ്റിയിട്ട് നല്ല ബ്ലാക്ക് കളർ ആണോ എന്നല്ല അവർ പറയുന്നുണ്ട്. അങ്ങനെ ഇത് അമ്മായി നല്ല ഉഷാറായിട്ട് ഇളക്കി കൊടുക്കലും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് വന്നതാണ്. പിന്നെ അതിനടുത്ത പരിപാടി വെച്ചാൽ കേബേജ് വറവാക്കലാണ്. ഇത്താത്ത കേബേജ് വറവാക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് പോയി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് വീഡിയോസ് ഫുഡിൻ്റെ വീഡിയോസ് ഇട്ടൊന്നും അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ അതിൽ തേങ്ങ അരച്ചിട്ട് വെച്ചിനേനും. ഞാൻ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ട് മീൻ പൊരിക്കലാണ്. മീൻ പൊരിക്കൽ എൻ്റെ പരിപാടിയാണ്. ഞാൻ തന്നെ മുറിച്ച് ഞാൻ തന്നെ മസാല ആക്കിക്കൊണ്ട് ഇത്താത്താണ് നീ അവിടെ പൊരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് മീൻ പൊരിക്കുന്നത്.
അങ്ങനെ ഇതാ മീനെല്ലാം പൊരിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ഇടലാണ്. പിന്നെ കാബേജ് വറവിന് ഞാനെല്ലാം മസാലപ്പൊടിയെല്ലാം ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പിന്നെ കുറച്ച് സമയം പോയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇത്താത്താൻ്റെ മോളാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത്. ഞാൻ എന്താ പറയുക വീഡിയോ എടുക്കാൻ വേണ്ടി വല്ലാണ്ട് ഏതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇങ്ങനെ ആയിട്ടാണ് വീഡിയോ എടുത്തത്. പിന്നെ വല്ലാണ്ട് തിരക്ക് പിടിച്ചൊരു ദിവസം കൂടിയാണ്. അങ്ങനെ ഇനി വറവിലേക്ക് കുറച്ച് തേങ്ങ ഇടണം. അങ്ങനെ ഇത്താത്ത ആദ്യം തലേ ദിവസം തേങ്ങ ചെറുതിട്ട് വെച്ചിനേനും. അല്ലെങ്കിൽ തന്നെ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ തേങ്ങ ഇടണ്ടേ, എനിക്കും തേങ്ങ ചേർത്താൻ മടിയാണ്, ഇത്താത്തക്കും തേങ്ങ ഇടാൻ മടിയാണ്. അതുകൊണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് വറവാക്കാൻ തന്നെ ഞാൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇടേണ്ട വിചാരിച്ചത്. ഇത്താത്ത എന്നോട് തേങ്ങ ആദ്യം ചെറുതി വെച്ചിട്ട് ഇനി ഒന്ന് വറവ് ആദ്യം ഉപ്പ് തന്നെ പരക്കിയിട്ട് എന്താ പറയുക നെയ്ക്കത്ത് ഇട്ടിന്. കുറച്ച് മസാലപ്പൊടി തേങ്ങയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തിരിച്ചിട്ടെല്ലാം ഇട്ട് അങ്ങനെ എല്ലാവരും ചോറും കൂട്ടാനും മീൻ പൊരിച്ചതെല്ലാം റെഡി ആയതിന് ശേഷം അതിന് മരുന്ന് കുറച്ച് ഇളക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും താത്തയും കൂടി ഇളക്കി കൊടുക്കാൻ വേണ്ടി പോയി. പിന്നെ ഇപ്പോൾ ഇളക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനാണ് ഇളക്കി കൊടുക്കാൻ നിൽക്കുന്നത്. അതാ ഓൻ നല്ല അടിപൊളിയായിട്ട് ഇളക്കുന്നുണ്ട്. പക്ഷെ ഓന് പേടിയാണ് തീക്കത്ത് വീണോ എന്ന് വിചാരിച്ചിട്ടൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓൻ ഇളക്കി തന്നിട്ട് ഓൻ ഉള്ളിൽ പോയിട്ട് ലഡുവും ഡബ്ബിയും തേച്ച് കൊടുത്തിട്ട് വന്നിട്ടുണ്ട്, അതിന് ബോക്സും. അങ്ങനെ പിന്നെ മധുരം എന്ന് പറയുന്നത് എൻ്റെ ഹോബിയാണ്. അതിൻ്റെ ഞാനൊരു ലഡു ഇത്താത്ത കാണാണ്ട് പോക്കറ്റ് അടിച്ചു. ഇത്താത്ത ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്താത്ത ഞാനാണ് ഒന്ന് തിന്നിട്ടുള്ളതെന്ന്. അങ്ങനെ ഇതാ ഓൻ്റെ വന്ന് ഞാൻ പിടിച്ചെത്തി ഞാനൊന്ന് ഇളക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നിട്ടുണ്ട്. ഇതിൻ്റെ ശരിക്കും പേര് നമ്മളെ നാട്ടിൽ എണ്ണ വരിയതാണെന്ന് പറയില്ല, വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് പ്രസവിച്ച് കഴിഞ്ഞ് സുഖപ്രസവമാണെങ്കിൽ 28ാമത്തെ ദിവസം തിന്നുന്ന മരുന്നാണ്. പിന്നെ ചൂടുകൊണ്ട് ഓൾ പിന്നെ അങ്ങനെ തിന്നിട്ടില്ല. പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ബദാം വെള്ളത്തിൽ രാവിലെ പുറത്തിട്ട് വെച്ചിനും. അത് അമ്മായും ഇത്താത്തയും പിന്നെ കാർത്തേനമ്മയും എൻ്റെ മോനും കൂടി തോല് കളഞ്ഞിട്ട് കാർത്തേനമ്മക്ക് ഇട്ടോട്ട് കാർത്തേനമ്മ അത് നൈസായിട്ട് മുറിച്ചിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ ഇതാ മരുന്ന് ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കറുത്ത മുന്തിരിയും പിന്നെ കൽക്കണ്ടിയും കൂടിയിട്ടാണ് ചേർക്കുന്നത്. ഇത് രാവിലെ 10 മണിക്കാണ് കയറ്റിയിട്ടുള്ളത്. 10 മണിക്ക് കയറ്റിയിട്ട് 4 മണിക്കൊക്കെ കീക്കണമെന്നാണ് ഇതിൻ്റെ കണക്കെല്ലാം പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ കാർത്തേനമ്മ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടും തന്നിട്ടുണ്ട്. ഇത് ഞാൻ തിന്നില്ല, എനിക്ക് അത്രയുള്ള താല്പര്യം കുറവാണ്, എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് നാങ്ങളുണ്ടോളും താത്തെല്ലാം കൂടി ടേസ്റ്റ് ഉണ്ടോയെന്നു തോണ്ടിയിട്ടൊന്നും തിന്നുന്നുണ്ട്. അങ്ങനെ കുഞ്ഞുമക്കൾക്ക് ആദ്യം ചോറ് കൊടുത്തിന്. മക്കൾക്ക് ചോറ് കൊടുക്കുന്ന വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ ഞാനും ഇത്താത്തി അമ്മായി നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി മാങ്ങ ഉപ്പിലിട്ടതുണ്ട്. പിന്നെ ഞാനാണ് ഈ പൊരിച്ച ചട്ടിയിൽ ചോറിട്ട് വയ്ക്കുന്നത്. നിങ്ങൾ എന്നെപ്പോലെയാണോന്ന് എനിക്കറിയില്ല, എനിക്കിങ്ങനെ വല്ലാണ്ട് ഇഷ്ടമാണ് പൊരിച്ച ചട്ടിയിൽ കറി വേണോ നിർബന്ധമില്ല. പക്ഷെ എന്നാലും ഇന്ന് കുറച്ച് കറി ഇത്താത്ത ഷോക്കും വേണ്ടിയിട്ട് ഒഴിച്ചാന്ന് ഞാൻ അതിൻ്റെ അടുത്ത്. അങ്ങനെ മീൻ പൊരിച്ചതും നല്ല അടിപൊളി കാബേജ് വറവ് അച്ചാറും പിന്നെ പൊരിച്ച ചട്ടിയിലെല്ലാം ഇട്ട് വെച്ച് ഒരു പിടി പിടിച്ചതിന് ശേഷമാണ് മനസ്സിലായി എണ്ണ വരിയത് അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ടായിന്. അങ്ങനെ ഇത്താത്തൻ്റെ മോനാണ് ഇളക്കി തന്നിട്ടുള്ളത്. അങ്ങനെ ലാസ്റ്റ് ഓൻ ഇളക്കി തന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും. മറ്റേ സൈഡിന് ആടിയിലാക്കിയോണ്ട് കാർത്തേനമ്മൻ്റെ കൽബലം കിട്ടിയിട്ട് ഓനെ പായിച്ച് ഇത് കാർത്തേനമ്മ ഓൻ്റെ കൈമൊന്ന് വാങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ മരുന്നെല്ലാം ആയി നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ കീക്കണ്ടേ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കലാന്ന് എല്ലാവരും കൂടിയും. അങ്ങനെ ഇതാ മഴൻ്റെ നല്ല കുളമെല്ലാം കണ്ടിട്ട് എല്ലാവരും കൂടി കീക്കലാണ്. അങ്ങനെ അൽഹംദുലില്ലാ മഴയൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് മരുന്നെല്ലാം ആയിട്ടുണ്ട്. ഇനി ഇത് തണുന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ആക്കണമെന്നല്ലാണ്ട് അവർ പറയുന്നത്. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആക്കേണ്ട പ്ലാനാണ് ഇതിന് അടുത്തത്. ഇനി പിന്നെ ആ സൈഡിനുള്ളതെല്ലാം ചിരണ്ടിയിട്ട് നല്ല സൈഡിനാക്കിയിട്ട് പാത്രത്തിലേക്ക് കോരിയിട്ടിടുന്നുണ്ട്. അങ്ങനെ ഇതാ മരുന്നെല്ലാം തണുന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. അങ്ങനെ പാത്രത്തിലെല്ലാം ആക്കി വെച്ച് ലാസ്റ്റത്തെ നമ്മൾ അടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് ഇളക്കാനും പിടിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. എനിക്ക് കയ്യില്ല എനിക്ക് കയ്യില്ല എന്നെല്ലാം പറയും. ലാസ്റ്റ് ഇളക്കിയിട്ടെല്ലാം കഴിഞ്ഞ് കീച്ച് കഴിഞ്ഞാൽ ഇതാ ഈ അടിക്കാൻ കിണ്ണത്തപ്പത്തിൻ്റെ ആയാലും ശരി മരുന്നിൻ്റെ ആയാലും ശരി അടി നല്ല ടേസ്റ്റ് എന്നിട്ട് അപ്പുറം ഇപ്പുറം അടി എന്നിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ ചിരടി കഴിഞ്ഞിട്ട് ആർക്കാണ് കിട്ടുന്നത് അത് അവരവർ കൊണ്ടുപോക്കാന്ന്. അതിനുശേഷം ഇതാ ചായ പരിപാടിക്കാന്ന് ചായ കുടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ചായക്ക് കടിയെന്ന് വെച്ചാൽ നല്ല അടിപൊളി കൽമക്കായ നിറച്ചതും പിന്നെ ചായന്ന് ഒരാൾ ചായ വെക്കുന്നുണ്ട്, ഒരാൾ കൽമക്കായ അരക്കുന്നുണ്ട്, കൽമക്കായ പൊരിക്കുന്നുണ്ട്. പിന്നെ നേരം വെളുത്തിട്ട് വെള്ളം അടിച്ചാലും വൃത്തിയാക്കിയിട്ട് വന്നിട്ട് കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാകുന്ന ഒന്നാമത് വൃത്തിയാക്കാൻ. പിന്നെ ഒരാൾ അടിച്ചാരുന്നുണ്ട്, ഒരാൾ തുടക്കുന്നുണ്ട്. അല്ല അടിച്ചാലും തുടക്കലെല്ലാം കഴിഞ്ഞ ശേഷം നല്ല അടിപൊളി കട്ടൻ ചായ ഉണ്ട്, പാൽ ചായ വേണമെന്നൊക്കെ പാൽ ചായ ഉണ്ട്. അങ്ങനെ ചായയെല്ലാം കുടിച്ച് നമ്മൾ പോകാൻ വേണ്ടി കഴിഞ്ഞാൽ ഇതാ കുഞ്ഞു മക്കൾ അങ്ങോട്ട് ഉരുളി എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വെച്ചിട്ട്. അങ്ങനെ ഇതാ ഞാൻ ഈ മുത്തമ്മൻ്റെ അടുത്ത് നമ്മൾ മരുന്നിൻ്റെ അടുത്ത് അവിടുന്ന് വിട്ടിട്ട് ഞാനൊരു ബേക്കറി കയറിയിട്ടുണ്ട്. ബേക്കറി കയറാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചങ്ങായിൻ്റെ കുട്ടിൻ്റെ സുന്നത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക്
വീട്ടിലേക്ക് ഒന്ന് പോകണം കാണാൻ, പിന്നെ ഒന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകണം അതിലോട്ടെ. അങ്ങനെ ഉമ്മാനെയും മക്കളെല്ലാം വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടി കുറച്ച് സാധനം വാങ്ങിയ ഹോസ്പിറ്റലിലേക്ക് പോയി. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല, അവിടെ ഉള്ളിൽ കയറുന്ന വീഡിയോസൊന്നും ഇഷ്ടപ്പെട്ടില്ല, അല്ല എടുത്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.